നിങ്ങളൊന്ന് കേട്ടോളൂ. ഇയാൾക്കൊരു സ്ഥാനപ്പേര് കൊടുക്കാൻ വേണ്ടി ഓലെല്ലാവരോടും വലിയൊരു യോഗം കൂടി മംഗലാപുരത്തെ ഭാഗത്ത്. അയാളെ ശിഷ്യന്മാർക്കൊക്കെ വീരം കൊടുത്ത് എല്ലാവരും പൈസ ഉണ്ടാക്കണം. എന്നിട്ട് നമ്മൾ തങ്ങൾക്കൊരു കീഴ് കൊടുക്കണം. എന്നിട്ട് മൂപ്പർക്കൊരു പേരിടുന്നുണ്ട് ഇവിടെ. അങ്ങനെയൊക്കെ പാടെ കുട്ടികളോടൊക്കെ വലിയ പൈസ ഒക്കെ പിരിപ്പിച്ച് കീഴൊക്കെ കൊണ്ടരിപ്പിച്ച് ആ സഭയിൽ വെച്ചിട്ട് താജുൽ ഉലമ എന്നൊരു പേരാണ്. മുമ്പ് കഴിഞ്ഞ മഹാന്മാർക്കൊന്നും അങ്ങനെ യോഗം കൂടിയാണ് അങ്ങനെ ഇല്ല. അങ്ങനെ ആയി വരണത്. ഇത് കിട്ടിയാടെ തന്നെ ഇയാൾ പറഞ്ഞു ശംസുൽ ഉലമ കാഫിറാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനുണ്ട്. ഇയാൾക്ക് ഈ സ്ഥാനം കിട്ടിയ അപ്പൊ തന്നെ ശംസുൽ ഉലമ കാഫിറാണ് എന്നുള്ള CM പറഞ്ഞാണ്. കുരുത്തക്കേട് നല്ലാണ് എന്താ. ഇങ്ങനെയുള്ള ഒരു പാർട്ടി ആളുകളാണ് ആ വിഘടിത വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഒരു നിലക്കും നമുക്കത് അംഗീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. സംഗതി വരാണ്ടേ ജോലി. അതാണ് സ്ഥിതി. അപ്പം നമ്മുടെ മഹല്ലത്തുകളിൽ മറ്റുമൊക്കെ അവരെ ഷെറ് നാം പ്രത്യേകമായി കരുതണം. കേട്ടോ, അപ്പൊ ഷർറ് വളരെ നന്നായി കരുതണമെന്ന ഇത് ഞാൻ പറഞ്ഞിട്ട് വിഷമം വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചെറുശ്ശേരി കൊണ്ട് പറയിച്ചത്. ഇനി ചെറുശ്ശേരി പറഞ്ഞ് കളവാണോ അത് നമുക്ക് പരിശോധിക്കണമല്ലോ. ചെറുശ്ശേരി ചിലപ്പോ കളവ് പറഞ്ഞാലോ, നേരത്തെ പറഞ്ഞില്ലേ ഖുർആന്റെ ആയത്ത് തന്നെ മാറ്റുന്ന ആൾക്കാരാ. അപ്പൊ പിന്നെ ഇത് ചെറുശ്ശേരി വെറുതെ പറഞ്ഞാണെങ്കിലോ? അപ്പോ നോക്കുമ്പോൾ അത് ഉള്ളാൾ തങ്ങൾ തന്നെ പറയാണ്. കേട്ടോളൂ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറാ കഫറാ കഫറാ. ആരാണ് കഫറ? ആരാ കഫറ? ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. പിന്നെ കഫറയുടെ അർത്ഥം അറിയാ എന്ന് പറഞ്ഞിട്ട് പിന്നെ വ്യാഖ്യാനിക്കുകയാണ്. ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ചോദ്യം ചോദിക്കുമ്പോൾ മാത്രം സമയം പോരല്ല, ഉത്തരം പറയുമ്പോഴും കേൾക്കണ്ടേ. എന്താ ചോദ്യം മാത്രം ചോദിച്ചാൽ മതി, ഉത്തരം പറയണ്ടേ? ചോദ്യം മാത്രം മതിയോ, ഉത്തരം വേണ്ടേ? കുറെ ചോദ്യം ചോദിച്ചു പോകാമെന്നാ വിചാരിച്ചത്. അങ്ങനെ വെറുതെ പോകണ്ട. കുറച്ച് ഉത്തരം നിങ്ങൾ കൊണ്ടുപോയേ പറ്റൂ. ഞങ്ങൾ ഉത്തരം തന്നുവിടും. നിങ്ങളുടെ കൂടെ ആ ഉത്തരവും ഉണ്ടാകും. പോകുമ്പോൾ വെറുതെ ഇവിടുന്ന് പോകേണ്ടി വരില്ല. ഉത്തരവും കൊണ്ടേ നിങ്ങൾ പോകൂ. ഉത്തരം കിട്ടിയില്ല, ഉത്തരം കുറഞ്ഞുപോയി എന്ന പരാതി ഒരിക്കലും ഞങ്ങളെ സംബന്ധിച്ച് കേൾക്കേണ്ടി വരരുത്. ഇനി കേട്ടോളൂ. ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ മാത്രമാണോ? അല്ല, മാനു മുസ്ലിയാർ. ഒരു മനുഷ്യൻ മരിച്ചാൽ എത്ര സാധുവായ ഒരു പണ്ഡിതനാണ് അദ്ദേഹം, ഒരു മുസ്ലിയാരാണ് അദ്ദേഹം. ആ മാനു മുസ്ലിയാർ അദ്ദേഹം ഒരാൾ മരിക്കുമ്പോഴെങ്കിലും നല്ല വർത്താനം പറയില്ലേ? ഇല്ലേ? ആ മാനു മുസ്ലിയാർ മരിച്ചപ്പോ ചത്തൂന്നാ പറഞ്ഞത്. മാനു ചത്തൂ, മാനു ചത്തുന്നല്ല, മാനു ചത്തൂ. ഇത് ഞങ്ങൾ പറഞ്ഞിട്ട് പരാതി വേണ്ട, പറയട്ടെ ചെറുശ്ശേരി തന്നെ. മറ്റൊരു സങ്കടം, ഇവരെ നേതാവ് ബഹുമാനപ്പെട്ട കണ്ണിയത്തിന്റെ ശിഷ്യൻ ഉള്ളോത്തങ്ങൾ, അയാളൊരു ദുസ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒക്കെ കണ്ണിയത്തിന്റെ ആ ദുഴയിൽപ്പെട്ട ഊപ്പാണത്. ഇ.കെ. വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ മരിച്ചാൽ അപ്പം പിന്നെ അടുത്തു വരുന്ന യോഗത്തിൽ ഇയാൾ പറഞ്ഞത്, ഉദാഹരണം മാനു മുസ്ലിയാർ ചത്തു, ഞാനുണ്ട്. നാട്ടിക മുസ്ലിയാർ വേണം നാട്ടിപ്പോയോ ചത്തുപോയി. ഇതാ പ്രസംഗിക്കണം ഒരു പ്രസ്ഥാനത്തിന്റെ നേതാവ്. ഒരു മരിച്ചുപോയ മനുഷ്യനെ പറ്റി നിങ്ങൾ ആരെങ്കിലും നാടന്മാരായ ആളുകൾ പറയത്, അവൻ മരിച്ചുപോയന്റെ ഹാലും മലുമായിട്ട് അവൻ പൊയിഞ്ഞ് അവന്റെ ഇതിലെ കൊണ്ടെന്നല്ലേ അല്പം തന്നെയുള്ള ആള് വെക്കുള്ളൂ. ഇയാള് പറയുന്നത് മാനു ചത്തു. ഇങ്ങനത്തെ മനുഷ്യനെ പറ്റി, ഇനി നാടൻ മനുഷ്യനെ പറ്റി ഒരു മുസ്ലിം ആണെങ്കിൽ ഒരു തന്റെ ഉള്ളവൻ ചത്തു എന്ന് പറയുമോ? ആ മുസ്ലിമീങ്ങളെ പറ്റി തന്നെ ചത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് ഉറപ്പാണ്. ആ മുസ്ലിമീങ്ങളെ പറ്റി എന്റെ ചത്തു എന്ന് പറയുന്നത് അവൻ മരണപ്പെട്ടു പോയി. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ ജാതി കുരുത്തക്കെടുകൾ ഇതൊക്കെ ഉസ്താദന്മാരിൽ നിന്ന് കിട്ടിയതായിരിക്കും എന്നാണ് നമുക്ക്